ഹരി, ഡൽഹിയിൽ ചൂടിന്റെ വാർത്ത പറയുമ്പോൾ ഹരി അവിടെ കുടചൂടി നിൽക്കുന്നത് കണ്ടു. നല്ല മഴയാണോ ഹരി തിരുവനന്തപുരത്ത്? ദിവ്യ, രാവിലെ തന്നെ മഴ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് മുന്നറിയിപ്പില്ലെങ്കിൽ പോലും കാലാവസ്ഥ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് ഇവിടെ മഴ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. യെസ്, ഇനി വാർത്തകളിലേക്ക് വന്നാൽ സഭാ സമ്മേളനം ചേരുന്നു. വലിയ പ്രതിഷേധം. കണ്ണൂരിൽ ബോംബ് കണ്ടെത്തിയത് അടക്കമുള്ള വിഷയങ്ങൾ തന്നെ ആയിരിക്കുമല്ലേ സഭയിലും ഉയർന്നു വരാൻ ഇടയാകുന്നത്? ദിവ്യ, കഴിഞ്ഞ ദിവസം തന്നെ ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യം സഭയിൽ വന്നിരുന്നു. സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി അത് അവതരിപ്പിച്ചത്. അവതരണാനുമതി നിഷേധിക്കുകയും പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇന്നലെ വളരെ വലിയ രീതിയിൽ സഭ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം വരെ കണ്ടു. മുഖ്യമന്ത്രിക്ക് നേരെ വരെ ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലമൊക്കെ കണ്ടു. അപ്പോൾ ഇന്നിപ്പോൾ അടിയന്തര പ്രമേയം എന്താണെന്നുള്ളത് ഇപ്പോഴും ഈ നിമിഷം പോലും വ്യക്തതയില്ല. ഇനിയിപ്പോൾ എന്തായാലും സ്വാഭാവികമായി പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എന്താണ് എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. ഒപ്പം തന്നെ നിയമസഭയിൽ ഇന്ന് 5ഓളം ബില്ലുകളുടെ അവതരണാനുമതിക്കുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രമേയമുണ്ട്. അത് ചാണ്ടിയുമ്മൻ അവതരിപ്പിക്കുന്നതാണ്. അതായത് കേരളത്തിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ ഇവ നിയന്ത്രിക്കുന്നതിനും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ബില്ലാണ് ചാണ്ടിയുമ്മൻ അവതരിപ്പിക്കുന്നത്. ഇത് കൂടാതെ മറ്റ് 4 ബില്ലുകൾക്കുള്ള പ്രമേയം കൂടി അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇന്ന് സഭയിൽ നടക്കുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സഭ നേരത്തെ പിരിയാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷേ എന്തായാലും അടിയന്തര പ്രമേയമായി ഒരു വിഷയം പ്രതിപക്ഷം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇന്നലത്തേതിന്റെ തുടർച്ചയായി തന്നെ എന്തെങ്കിലും വിഷയം ഉയർന്നു വരുമോ? അതായത് ഇന്നലെ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. മാസപ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം മാത്യു ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ തുടർച്ചയായി എന്തെങ്കിലും വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ മുന്നറിയിപ്പാണ്. തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഓറഞ്ച് അലർട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓറഞ്ച് അലർട്ടുള്ള മറ്റു ചില ജില്ലകളുണ്ട്. അതായത് ദിവ്യയൊക്കെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് വരും മണിക്കൂറുകളിൽ മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ രാവിലെ മുതൽ തന്നെ മഴ പെയ്യാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മഴ തുടർന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓറഞ്ച് അലർട്ട് അടക്കമുള്ള മുന്നറിയിപ്പുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി തലസ്ഥാനത്ത് കാണുന്നുണ്ട്. എന്തായാലും ഈ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനപരമായിട്ടാണ് ഇത്തരത്തിൽ വ്യാപകമായ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അതായത് ഇന്നു മുതലാണ് കേരളത്തിൽ പല ജില്ലകളിലും ഇത്തരത്തിൽ വ്യാപകമായ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നത്. നിലവിൽ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടെങ്കിലും വരും മണിക്കൂറുകളിൽ അത് മാറി വരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ദിവ്യ.